അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ റോഡ് കഴിഞ്ഞ വേനൽക്കാലത്ത് വളരെ സിമ്പിളായിട്ട് പൂർത്തീകരിച്ച് ജനവാസ യോഗ്യമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നിട്ട് ചെയ്തില്ല. ഇപ്പം ജനങ്ങൾ ഈ ചളിയിൽ കൂടെ 2 വീലേഴ്സൊക്കെ വളരെ കഷ്ടപ്പെട്ട് പോകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ സോ കോൾഡ് കേരളത്തിലെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലേ, ഈ വെഹിക്കിളാരനൊക്കെ ഏത് നിമിഷവും നിലത്ത് വീഴാൻ പറ്റുന്ന കോലത്തിലാണ്. പിന്നെ ഈ മധുരവും കാര്യങ്ങളൊക്കെ കണ്ടില്ല, ഇതൊക്കെ ഇടിഞ്ഞ് വീണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയൊക്കെ ജനങ്ങൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ജനങ്ങളെ പൈസ കൊണ്ടിട്ടാണ് ഈ പൊളിറ്റീഷ്യൻസൊക്കെ നാട്ടിലെല്ലാം ചെയ്യുന്നത്. എന്നിട്ടും ജനങ്ങളെ വെല്ലുവിളിച്ചിട്ടൊരു സമീപനം വരുമ്പോൾ നമ്മൾ പൊതുജനങ്ങൾ തീർച്ചയായും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ് എനിക്ക് പറയാനുള്ളത്. ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയാം. റോഡിൻ്റെ അവസ്ഥയും കൂടി നിങ്ങൾ കണ്ടോ? ചില സ്ഥലങ്ങളിലൊന്നും തീരെ നമുക്ക് സഞ്ചാരയോഗ്യമല്ല എന്ന് തന്നെ പറയാം. അപ്പം 4 വീലർ കാറൊക്കെ ആയതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ പോകുന്നേ ഉള്ളൂ. എന്നാലും വലിയ അപകടം ഉണ്ടാവാതെ പോവാം. പക്ഷെ 2 വീലേഴ്സൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഇതിൽ പോകുമ്പോൾ ഇടങ്ങാറാവും. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ധാരാളം ആളുകൾ ഇവിടെ വീണ് കിടക്കുന്നത്. ഡെയിലിയൊക്കെ ഇതിൽ പോകേണ്ട ആളുകളൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇത് ചെമ്പ്രയിൽ നിന്ന് ചക്കരപ്പാറയ്ക്കുള്ള റോഡാണ്. ഇതൊന്ന് മലയാരം ഹൈവേൻ്റെ ഒരു പാട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെയൊക്കെ കണ്ടില്ലേ, ശരിക്കും കുളം പോലെ ഉണ്ട്. ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് റെഡിയാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് പാറപ്പൂയോ അത് മെറ്റൽസൊക്കെ അടിച്ചിട്ടൊന്നും ജനങ്ങൾക്കൊന്നും ഇതിൽ പോകാനുള്ളൊരിത് മതി. നമ്മൾ ടാർ ചെയ്ത് റബ്ബറൈസ്ഡ് റോഡാക്കി കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല.